കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധി തന്റെ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം തന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തരുമോ എന്ന് ഹേമയോട് കേണി ചോദിക്കുന്നുണ്ട്. അന്നേരം ഹേമ പറയുന്നുണ്ട്, ഇല്ലടി, നിന്റെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും തരാൻ പറ്റില്ല എന്നങ്ങ് തുറന്നടിച്ചതുപോലെ പറയും. എടി, നിനക്ക് ഞങ്ങളെല്ലാവരും നല്ലൊരു ജീവിതം തന്നല്ലോ, എന്നിട്ട് നീ അത് തൊലച്ചില്ലേ? നിനക്ക് എന്തിനാടി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ? നീ എന്തിനാ ജോലിക്ക് പോകുന്നത്? നീ ജോലിക്ക് പോവേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ ആവശ്യത്തിനധികം സ്വത്തുണ്ട്, അതെല്ലാം നിന്റെ പേരിലുള്ളതല്ലേ? അത് നിനക്കും കൂടി അനുഭവിക്കാനുള്ളതില്ലേ? നീ എന്തിനാടി ജോലിക്ക് പോകുന്നത്? മറ്റുള്ളവരുടെ കീഴിൽ പണിക്ക് പോകുന്ന അവസ്ഥയൊന്നും നിനക്കില്ല എന്നൊക്കെ പറയും. മറ്റുള്ളവരുടെ കീഴിൽ പണിക്ക് പോകേണ്ട ഗതികേടൊന്നും നിനക്കില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ഹേമ നിധിയോട് വല്ലാതെ അങ്ങ് ചൂടാവുകയാണ്. ആ സമയത്തിന് നിധിക്ക് ഭയങ്കര സങ്കടമായിരിക്കടോ. നിധി സങ്കടത്തോടെ പറയുന്നുണ്ട്, അമ്മേ, എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വേണം, എനിക്ക് ജോലി വേണം, എനിക്ക് എൻ്റെ കരിയർ പടുത്തുയർത്തണം. ഞാൻ ഒരുപാടധികം സ്വപ്നങ്ങൾ കണ്ടതാണ്, എനിക്ക് എൻ്റെ സ്വപ്നങ്ങളെല്ലാം പൂർത്തിയാക്കണം. പിന്നെ അമ്മ വിചാരിക്കുന്നത് പോലെ എനിക്കിവിടുത്തെ സ്വത്തിലൊന്നും യാതൊരുവിധ താല്പര്യവുമില്ല. എനിക്ക് ആരുടെയും സ്വത്ത് വേണ്ട, ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് തന്നെ ജീവിച്ചോളാം എന്നൊക്കെ പറയാണ്. എന്നാൽ ഇത് കേട്ടതോടുകൂടി തന്നെ രാജീവൻ അങ്ങ് ദേഷ്യം വരും. രാജീവൻ പറയുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് നീ ഇവിടെ നിന്നും പോയിട്ട് ഒരിടത്തും നിനക്ക് ജോലിക്ക് കയറാനൊന്നും പറ്റില്ല. നീ ഇവിടെ നിന്നും ഒരിടത്തേക്കും പോവാനും പോകുന്നില്ല. നീ ഇവിടെ തന്നെ കാണുമെന്ന് രാജീവൻ അങ്ങ് തറപ്പിച്ച് പറയാണ്. അന്നേരം നിധി പറയുന്നുണ്ട്, അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സർട്ടിഫിക്കറ്റ് തരാമെന്ന് സാന്ദ്രേച്ചി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ടും നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ ചീറ്റ് ചെയ്യാണോ? അന്നേരം വരുൺ പറയുന്നുണ്ട്, ഇവിടെ ചീറ്റ് ചെയ്തത് ഞങ്ങളല്ലേടി, നീയാണ് ഞങ്ങളെല്ലാവരെയും ചതിച്ചത്. നീ ഒരൊറ്റൊരുത്തി കാരണമാണ് ഇത്രമാത്രം പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഞങ്ങൾക്കാർക്കും ഇപ്പോൾ ആരുടെയും മുന്നിൽ തല ഉയർത്തി നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി, അറിയാമോ നിനക്ക്? നിധി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അമ്മേ, ഏട്ടനോടും അച്ഛനോടും ഒക്കെ ഒന്ന് പറയേ, പ്ലീസ് എൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് തരാൻ പറയേ, എനിക്കത് വേണമെന്നൊക്കെ പറയും. എന്നാൽ പറ്റുന്നത് പറഞ്ഞാൽ പറ്റില്ല എന്നൊക്കെ രാജീവൻ തീർത്തങ്ങ് പറയും. എടി, നിന്നോട് ഞാൻ എത്ര കെഞ്ചി അപേക്ഷിച്ചു ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച്, എന്നിട്ട് നീ എന്താ ചെയ്തത്? അവൻ്റെ കയ്യും പിടിച്ചങ്ങ് നിന്നു. എന്നിട്ട് അവൻ്റെ കൂടെ പോവല്ലേ ചെയ്തത്? ഇത്രയും കാലം നിന്നെ വളർത്തി വലുതാക്കിയ ഈ അച്ഛനോട് നിനക്കൊരു തരിമ്പെങ്കിലും സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ നീ അന്ന് അവൻ്റെ കൂടെ പോവില്ലായിരുന്നു. പക്ഷേ നീ എന്താ ചെയ്തത്? നിനക്കന്ന് അച്ഛന് പോലും വേണ്ടായിരുന്നു, അവനായിരുന്നില്ലേ നിനക്ക് വലുത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിൻ്റെ നിധി പറയുന്നുണ്ട്, അച്ഛാ, ഞാൻ പറഞ്ഞല്ലോ, അത് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അന്ന് ഞാൻ വ്യക്തമാക്കിയതല്ലേ. അന്നത്തെ എൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു. വീണ്ടും അത് തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും എന്തിനാ എന്നെ എങ്ങനെ ദ്രോഹിക്കുന്നത്? എൻ്റെ സർട്ടിഫിക്കറ്റ്സ് തന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് സമാധാനമായിട്ട് തന്നെ ജീവിച്ചോളാം. നിങ്ങൾക്കാർക്കും ഒരു ശല്യമായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല എന്നൊക്കെ പറയും. വേണ്ടടി, നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. നിന്റെ ഒരു വിസ്താരണം കേൾക്കാൻ ഞങ്ങൾക്കാർക്കും താല്പര്യമില്ല. നീ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനി നിനക്ക് ഇവിടെ നിന്നും പോവാനും പറ്റില്ല എന്ന് കടുപ്പിച്ച് പറയാണ് രാജീവൻ. അന്നേരം ഇത് കേൾക്കുന്ന നിധി അങ്ങ് ഷോക്കാവാണ്. നിധി പറയുന്നുണ്ട്, പ്ലീസ് അച്ഛാ, അച്ഛൻ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം, എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എനിക്ക് തരണമെന്ന് പറയുന്ന സമയത്തിന് രാജീവനാണെങ്കിൽ അത് കേട്ട ഭാവം പോലും നടിക്കുന്നില്ല. എന്നാൽ ഈ സമയത്തൊക്കെ നികേഷ് ഗേറ്റിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ടാവും. ഇതെന്താ ഏട്ടനിയമ്മ ഇത്ര നേരമായിട്ടും വരാത്തത് എന്നവൻ ചിന്തിച്ചു. ചിലപ്പോൾ ഇനി വീട്ടിനകത്ത് വെച്ച് എല്ലാവരും സംസാരിക്കുമായിരിക്കുമെന്നൊക്കെ ചിന്തിച്ച് കുറച്ച് കഴിഞ്ഞ് വരുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുമായിരിക്കും കേട്ടോ. കുറേ കഴിഞ്ഞിട്ട് നിധി തിരിച്ചു വരാത്തത് കാണുന്ന സമയത്തിന് നികേഷ് ചിന്തിക്കുന്നുണ്ട്, ഇനി ഒരു പക്ഷേ ഏട്ടത്തിയമ്മയെ അവരെല്ലാവരും കൂടി തടഞ്ഞു വെച്ചിട്ടുണ്ടാവുമോ എന്ന്. നിധിയെ കാണാത്തത് കൊണ്ട് തന്നെ നികേഷ് ആകങ്ങനെ വിഷമത്തോടെ പുറത്തു നിൽക്കുന്ന സമയത്താണ് കേട്ടോ പെട്ടെന്ന് സൂര്യയുടെ കാർ ഗേറ്റിൻ്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത്. സൂര്യ വന്ന് നോക്കിയപ്പോൾ ഗേറ്റ് പിടിച്ച് നിൽക്കുന്ന നികേഷിനെ കണ്ടു. എടാ, നീ എന്താടാ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് സൂര്യ ദേഷ്യപ്പെട്ട് ചോദിച്ചപ്പോൾ, ഞാൻ എൻ്റെ ഏട്ടത്തിയമ്മയുടെ കൂടെയാണ് വന്നത് എന്ന് നികേഷ് മറുപടി നൽകി. എന്ത് ഏട്ടത്തിയമ്മയോ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ, അതെ, എൻ്റെ സുധീഷ് ഏട്ടൻ്റെ ഭാര്യ എൻ്റെ ഏട്ടത്തിയമ്മയുടെ കൂടെയാണ് ഞാൻ വന്നത് എന്ന് പറയും. എന്നാൽ അത് കേൾക്കുന്ന സമയത്ത് തന്നെ സൂര്യയുടെ മുഖം അങ്ങ് മാറി. ഓഹോ, അപ്പോൾ അതാണ് കാര്യമെന്ന് സൂര്യ പറഞ്ഞു. ദേഷ്യം കൊണ്ട് തന്നെ ആ ഒരു ഗേറ്റ് തുറന്ന് സൂര്യ നേരെ അകത്തേക്ക് കയറി പോവാണ്. അവനെ കണ്ടപ്പോൾ നികേഷിന് കാര്യം മനസ്സിലായി. കാരണം നിധിയെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് സൂര്യയും ആ കൂട്ടത്തിലുണ്ടായിരുന്നല്ലോ. സൂര്യ അകത്തേക്ക് കയറി ചെല്ലുന്നത് കണ്ടപ്പോൾ നിധി ഒരു നിമിഷം അങ്ങ് ഞെട്ടിപ്പോയി. അവൾ ഒരിക്കലും തന്നെ സൂര്യ അവിടെ പ്രതീക്ഷിച്ചതല്ലായിരുന്നു. എന്നാൽ രാജീവൻ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ സൂര്യ അങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്തു. അരുൺ പറയുന്നുണ്ട്, കണ്ടില്ലേ, സൂര്യ ഇതുവരെയായിട്ടും ഓസ്ട്രേലിയക്കൊന്നും തിരിച്ചു പോയിട്ടില്ല. അത് നീയുമായിട്ടുള്ള വിവാഹം നടക്കാത്തത് കൊണ്ട് മാത്രമാണ്. ഇന്നില്ലെങ്കിൽ നാളെ നീ തിരിച്ചു വരുമെന്ന് സൂര്യക്കറിയാമായിരുന്നു. എന്നാൽ അത് കേട്ടതോടുകൂടി തന്നെ നിധി ആകെ തകർന്നു പോയി. രാജീവൻ വീണ്ടും പറഞ്ഞു, കണ്ടില്ലേ, ഇവൻ ഇപ്പോഴും നിന്നോട് സ്നേഹം തന്നെയാണ്.
അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരുത്തൻ്റെ കൂടെ നീ ഇത്രയും ദിവസം കഴിഞ്ഞ ഒരു പെണ്ണിനെ ആരെങ്കിലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുമോ? സൂര്യ നിധിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. നിനക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് എനിക്ക് മനസ്സിലായി നിധി. പക്ഷേ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. നമ്മുടെ വിവാഹം ഉടനെ തന്നെ നടക്കണം. എനിക്കെപ്പോഴും സമ്മതമാണ്. അപ്പോൾ രാജീവൻ എഴുന്നേറ്റ് വന്ന് അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട്, അതെ, ഡിവേഴ്സൊക്കെ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് വാങ്ങിച്ചു തരാം. ഇനി നിനക്ക് സർട്ടിഫിക്കറ്റ്സും പുതിയൊരു ജീവിതവും വേണമെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ കഴുത്തിലെ ഈ താലിമാല നീ അങ്ങ് പൊട്ടിച്ച് വലിച്ചെറിയണം. എന്നിട്ട് ഇവൻ്റെ കൂടെ നീ നല്ലൊരു ജീവിതം തുടങ്ങണം. എന്നാൽ ഇത് കേട്ടപ്പോൾ നിധിക്ക് ആകെ വല്ലാതായി. നിധി വളരെയധികം രൂക്ഷമായി തന്നെ എല്ലാവരെയും നോക്കുന്നുണ്ട്. നിധി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ ഇതൊക്കെയായിരുന്നു അല്ലേ നിങ്ങളുടെ പ്ലാനിങ്? അതിന് വേണ്ടിയിട്ടല്ലേ എന്നെ ഇങ്ങോട്ടേക്ക് നുണ പറഞ്ഞ് വിളിച്ചു വരുത്തിയത്? നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നല്ലേ? അപ്പോൾ സാന്ദ്രയേട്ടനെയും കൂടി ഇതിന് കൂട്ടുനിന്നില്ലേ എന്നൊക്കെ ചോദിക്കാണ് നിധി. സാന്ദ്ര എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുൻപേ തന്നെ നിധി തടഞ്ഞു. ഏട്ടത്തിൽ നിന്നും ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് നിറ കണ്ണുകളോടെ പറയാൻ കേട്ടോ നിധി. പക്ഷേ സാന്ദ്രയ്ക്ക് ഇതൊന്നും തന്നെ അറിയില്ലായിരുന്നു. നിധിയെ എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് എത്തിക്കണമെന്ന് മാത്രമേ സാന്ദ്ര വിചാരിച്ചിരുന്നുള്ളൂ. സൂര്യ വീണ്ടും നിർബന്ധിച്ചു. എനിക്ക് നീ എൻ്റെ ഭാര്യയാവണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും. നിധി അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ തൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു താലി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ചോദിച്ചു, തനിക്ക് നാണമുണ്ടോടോ? ഞാൻ മറ്റൊരുത്തൻ്റെ ഭാര്യയായിട്ട് പോലും എന്നെ സ്വന്തമാക്കാൻ വന്നിരിക്കുന്ന നിങ്ങളൊക്കെ ശരിക്കും ഒരാണാണോ? അവൾ ആക്രോശിച്ചു. അന്നേരം രാജീവന് ദേഷ്യം വരാണ്. രാജീവൻ പറയുന്നത്, എടി നീ സൂക്ഷിച്ച് സംസാരിക്കണം. ഈ കുടുംബത്തെ രക്ഷിക്കാനാണ് സൂര്യ വന്നിരിക്കുന്നത്. അവന് നിന്നെ പൊന്നുപോലെ നോക്കാൻ പറ്റും. ഞങ്ങൾ പറയുന്നത് നീ അനുസരിച്ചാൽ മാത്രം മതി. ആ താലി പൊട്ടിച്ചു കളഞ്ഞ് നീ ഇവൻ്റെ ഭാര്യയാവ്. എന്നിട്ട് ഓസ്ട്രേലിയയിലേക്ക് നിനക്ക് പോവാം. നീ വിചാരിക്കുന്നത് പോലെ തന്നെ നിനക്ക് ജോലിക്ക് പോവാം. നിന്റെ സർട്ടിഫിക്കറ്റ്സ് കിട്ടും. നിന്റെ സ്വപ്നങ്ങളെല്ലാം തന്നെ പടുത്തുയർത്താം. പതുക്കെ പതുക്കെ നീ ചെയ്ത തെറ്റെല്ലാം തന്നെ നാട്ടുകാരൊക്കെ മറന്നോളും എന്നൊക്കെ പറയാട്ടോ രാജീവൻ. അന്നേരം നിധിക്ക് ഭയങ്കര ദേഷ്യം വരാണ്. നിധി തർപ്പിച്ച് പറഞ്ഞു, പറ്റില്ല അച്ഛാ, എന്നെ കൊണ്ട് ഒരിക്കലും അതിന് പറ്റില്ല. ഇവനെ പോലെ ഒരുത്തൻ്റെ ഭാര്യ ആവുന്നതിനും പകരം ഞാൻ അങ്ങ് മരിക്കുന്നതാണ് എന്ന് അവളുടെ നിലപാടെടുത്തു. അപ്പോഴേക്കും അരുൺ അവളുടെ അഹങ്കാരത്തെക്കുറിച്ച് പറഞ്ഞ് ചൂടായി. അതെ, അഹങ്കാരമാണെങ്കിൽ അങ്ങനെ തന്നെയെന്ന് അവളും തിരിച്ചു പറഞ്ഞു. ആ സമയം സുധീഷ് നികേഷിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. നിധി ഇതുവരെയായിട്ടും പുറത്തേക്ക് വന്നില്ല എന്ന് കേട്ടപ്പോൾ സുധീഷിന് ആകെ ടെൻഷനായി. ടൗണിൽ വന്നപ്പോൾ വീട്ടിൽ നിന്നും വിളിച്ചത് കൊണ്ട് തന്നെ പോയതാണെന്നറിഞ്ഞപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എടാ, അവളുടെ വീട്ടുകാർ അവളെ തിരിച്ചുവിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഓസ്ട്രേലിയക്കാരൻ വന്നിട്ടുണ്ട് എന്ന് നികേഷ് പറഞ്ഞതോടുകൂടി തന്നെ സുധീഷിന് കാര്യങ്ങളെല്ലാം ഏകദേശം വ്യക്തമായി. അവളെ അവിടെ തടഞ്ഞു വെക്കണം. വിവാഹം വീണ്ടും അവനുമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണെന്ന് സുധീഷ് പറഞ്ഞു. നികേഷ് സുധീഷിനെ ആശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും സുധീഷിന് വലിയ പേടിയായിരുന്നു. അകത്ത് നിന്ന് നിധി വീണ്ടും രാജീവിനോട് അപേക്ഷിച്ചു, എൻ്റെ സർട്ടിഫിക്കറ്റ്സ് തന്നാൽ മതി അച്ഛാ, ഞാൻ പോയിക്കോളാം. ആർക്കും ഒരു ശല്യമായിട്ടൊന്നും ഞാൻ നിൽക്കുന്നില്ല. അന്നേരം രാജീവൻ അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് പറഞ്ഞു, നിനക്ക് മുന്നിൽ രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ നീ സൂര്യയെ വിവാഹം കഴിച്ച് സുഖമായി തന്നെ നിനക്ക് ജീവിക്കാം. അതിൻ്റെ കൂടെ തന്നെ നിന്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ നിനക്ക് കിട്ടും. അല്ലാതെ രണ്ടാമത്തെ വഴിയാണെങ്കിൽ ആ ഡ്രൈവറുടെ കൂടെ പോവാമെന്നും പറയാണ്. ഡ്രൈവറുടെ കൂടെ പോവാനാണ് നിന്റെ തീരുമാനമെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ഇല്ലാതെ നീ ഇവിടെ നിന്നും ഇറങ്ങേണ്ടി വരുമെന്നൊക്കെ പറയും. ഇനി ഒരിക്കലും നിനക്കത് കിട്ടാനും പോകുന്നില്ല. നിധി കരഞ്ഞുകൊണ്ട് ഹേമയോട് സഹായം ചോദിച്ചുവെങ്കിലും അവർ രാജീവനെ അനുസരിക്കാൻ പറഞ്ഞു. അരുൺ സർട്ടിഫിക്കറ്റ്സ് എടുത്തു കൊണ്ടുവന്നപ്പോൾ നിധി അത് പിടിച്ചു വാങ്ങാൻ നോക്കി. ഏട്ടാ, എനിക്കത് തന്നേക്ക്, ഞാൻ എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം എന്ന് പറയാണ് നിധി. നിധി കരഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ രാജീവൻ അരുണിന്റെ കയ്യിൽ നിന്നും ആ ഒരു സർട്ടിഫിക്കറ്റ്സ് അങ്ങ് വാങ്ങി. നിധി അച്ഛൻ്റെ കാലിൽ വീണ് അപേക്ഷിച്ചു, അച്ഛാ, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതാണ് അതൊക്കെ. രാജീവൻ പറഞ്ഞിട്ട്, ഇനി എനിക്കൊന്നും കേൾക്കണ്ട. ഞാനൊരു 10 വരെ എണ്ണും. അതിനുള്ളിൽ നീ തീരുമാനമെടുക്കണം. നിനക്ക് നിന്റെ സർട്ടിഫിക്കറ്റ്സ് വേണോ അതോ അവനെ വേണോ എന്ന് നീ ഇപ്പം തന്നെ തീരുമാനിക്ക്. നിധിയാണെങ്കിൽ ആരും കേൾക്കാത്തൊരവസ്ഥയിൽ അങ്ങ് തകർന്നു പോയി. അവസാനം നിധി പറയുന്നുണ്ട്, എനിക്ക് ആരോടൊപ്പം ജീവിക്കാൻ പറ്റില്ല. സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ നീ ഇതുമായി ജോലിക്കൊന്നും ഒരിക്കലും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രാജീവൻ ആ ഒരു സർട്ടിഫിക്കറ്റ് ഫയലിൽ നിന്നും എടുത്തു. നിധി അത് തടയാൻ നോക്കിയെങ്കിലും രാജീവ് ഒരു ലാമ്പ് എടുത്തു. ഒരു ലൈറ്റർ ലാമ്പ് എടുത്തുകൊണ്ട് തന്നെ അത് കത്തിക്കാൻ ഒരുങ്ങി. നിധി നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ, വേണ്ട അച്ഛാ, വേണ്ട, അങ്ങനെ ചെയ്യരുത്. പക്ഷേ രാജീവൻ അത് കേട്ടില്ല. സൂര്യയും അരുണും എല്ലാവരും നിധിയെ പിടിച്ചു വെച്ചു. രാജീവൻ ആ സർട്ടിഫിക്കറ്റിൽ അങ്ങ് തീയിട്ടു. നിധി ആകെ തകർന്നു പോയി. തൻ്റെ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതാവുന്നത് കണ്ട് അവൾ അലറി വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പം നിനക്ക് സമാധാനമായല്ലോ എന്ന് രാജീവൻ ചോദിച്ചു. നിധിക്ക് ഭ്രാന്തി പിടിച്ചൊരവസ്ഥയിലായിരുന്നു. അവൾ എല്ലാവരെയും തള്ളി മാറ്റിക്കൊണ്ട് തന്നെ ആ ഒരു തീയിലേക്ക് കൈയിട്ടു. കൈ പൊള്ളിയിട്ടും കരഞ്ഞുപോയ അവൾ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കഷ്ണങ്ങൾ എടുത്തു നോക്കി. എന്നിട്ട് രാജീവൻ്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു, ഇത്രയും കാലം നിങ്ങൾ ഞാൻ അച്ഛ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. പക്ഷേ ഇന്നു മുതൽ എനിക്കിങ്ങനെ ഒരു അച്ഛനില്ല, അമ്മയില്ല, ഒരു കുടുംബവുമില്ല. തൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് അവൾക്കൊരിക്കലും വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. തൻ്റെ അച്ഛൻ തന്നോട് ഇത്രമാത്രം വലിയൊരു ക്രൂരത ചെയ്തല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ചങ്ക് പൊട്ടുന്ന അവസ്ഥയിലായിട്ടുണ്ടാവട്ടോ നിധി.
അങ്ങനെ ആ കരിഞ്ഞു പോയ സർട്ടിഫിക്കറ്റ്സിന്റെ കഷ്ണങ്ങളെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്നും ഇറങ്ങി നടക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ പഴയ സങ്കടമായിരുന്നില്ല, മറിച്ച് ആളിക്കത്തുന്ന പകയായിരുന്നു. പിന്നിൽ നിന്നും രാജീവനും സൂര്യയും അഹങ്കാരത്തോടെ നിൽക്കുന്നുണ്ട് എങ്കിലും നിധിയുടെ മാറ്റം അവരെ ഒരു നിമിഷമൊന്ന് ഭയപ്പെടുത്തി. ഗേറ്റിന് പുറത്ത് പരിഭ്രമിച്ച് നിൽക്കുന്ന നികേഷിന്റെ അടുത്തേക്ക് അവൾ ചെന്നു. അവളുടെ കൈകൾ പൊള്ളിയിരിക്കുന്നത് കണ്ട് നികേഷ് ഞെട്ടിപ്പോയി. ഏട്ടത്തി, ഇതെന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? അവൻ അങ്ങനെ ചോദിച്ചുവെങ്കിലും നിധിക്കൊന്നും തന്നെ മറുപടി പറയാനുണ്ടായിരുന്നില്ല. വണ്ടിയിൽ കയറി സുധീഷിന്റെ അടുത്തേക്ക് എത്തുമ്പോഴും സുധീഷ് ആകെ തകർന്നിരുന്നു. നിധിയുടെ കയ്യിലെ കരഞ്ഞ കടലാസുകൾ കണ്ടപ്പോൾ അവനത് സഹിക്കാനായില്ല. സുധീഷ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരഞ്ഞു. പക്ഷേ നിധി കരഞ്ഞില്ല. അവൾ സുധീഷിന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, സുധീഷ് ഏട്ടാ, അവർ കരുതിയിരിക്കുന്നത് എൻ്റെ പഠിപ്പും സർട്ടിഫിക്കറ്റ്സും ഒക്കെ കത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് തോറ്റുപോകുമെന്നാണ്. പക്ഷേ എൻ്റെ ഉള്ളിലെ അറിവിനെ കത്തിക്കാനൊന്നും അവർക്ക് സാധിക്കില്ലല്ലോ. അന്ന് രാത്രി തന്നെ നിധി തൻ്റെ പഴയ സുഹൃത്തുക്കളെയും കോളേജ് പ്രൊഫസർമാരെയും ബന്ധപ്പെട്ടു. ഡിജിറ്റൽ യുഗത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാം അവസാനിക്കില്ലെന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിനായി അവൾ അപേക്ഷ നൽകി. അതേസമയം സുധീഷിൻ്റെ ഡ്രൈവർ പണി കേവലം ഒരു കൂലിപ്പണിയല്ലെന്ന് അവൾ തന്നെ അവനെ ഓർമ്മിപ്പിച്ചു. അവർ രണ്ടുപേരും സ്വന്തമായി ഒരു ചെറിയ ട്രാവൽ ഏജൻസി തുടങ്ങാൻ പ്ലാൻ ചെയ്തു. അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിധി ഒരു പുതിയ ആളായിട്ടാണ് ജീവിച്ചത്. രാജീവിൻ്റെ വീട്ടിൽ നിന്നും വന്ന ഓരോ ഭീഷണിയും അവൾ പുച്ഛിച്ചു തള്ളി. സൂര്യ അയച്ച വക്കീൽ നോട്ടീസിന് അവൾ ശക്തമായി തന്നെ മറുപടി നൽകി. ഒരു ദിവസം ടൗണിൽ വെച്ച് സൂര്യ നിധിയെ തടഞ്ഞു നിർത്തി പരിഹസിക്കാൻ നോക്കി. നീ ഇപ്പോൾ ഡ്രൈവറുടെ കൂടെ പട്ടിണിയാണെന്നറിഞ്ഞു. ആ സർട്ടിഫിക്കറ്റ് എങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ നിനക്ക് വല്ല ക്ലീനിങ് പണിക്കുമെങ്കിലും പോവാമായിരുന്നു എന്ന് അവൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ നിധി ശാന്തമായി പറഞ്ഞു, സൂര്യ, ആ തീയിലന്ന് കരഞ്ഞത് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് മാത്രമല്ല, നിങ്ങളോടൊക്കെ എനിക്കുണ്ടായിരുന്ന എല്ലാവിധ ബഹുമാനവുമാണ്. ആ ആഴ്ച തന്നെ ഞാനൊരു പുതിയ കമ്പനിയിൽ മാനേജറായി ജോയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞു. താൻ ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു പോയിക്കോ എന്നും കാരണം തൻ്റെ കളി ഇനി ഒരിക്കലും ഇവിടെ നടക്കില്ല എന്ന് നിധി താക്കിയതുപോലെ സൂര്യക്ക് മറുപടി കൊടുത്തു. പിന്നീട് അങ്ങനെ കുറേയധികം എപ്പിസോഡുകൾക്ക് ശേഷമായിരിക്കട്ടോ ഒരു ക്ലൈമാക്സ് രംഗം വരുന്നത്. രാജീവിൻ്റെ ബിസിനസ്സൊക്കെ തകർച്ചയിലേക്ക് കൂപ്പുകുത്തും. വിശ്വസ്തയായ പലരും അയാളെ ചതിച്ചു. അവസാനം ബാങ്ക് ജപ്തി നടപടികളുമായി വന്നപ്പോൾ സഹായിക്കാൻ പോലും ആരുമില്ലാതെയായി. അന്ന് ആ വീട്ടിലേക്ക് ഒരു പുതിയ കാറ് വന്നു നിന്നു. അതിൽ നിന്നും ഇറങ്ങി വന്നത് നിധിയും സുധീഷുമായിരുന്നു. താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം കൊണ്ട് ആ വീട് ജപ്തിയിൽ നിന്നും അവൾ രക്ഷിച്ചു. പക്ഷേ അവൾ അങ്ങോട്ടേക്ക് താമസിക്കാൻ വന്നതായിരുന്നില്ല. രാജീവൻ്റെ മുന്നിൽ ആ പഴയ കരിഞ്ഞ സർട്ടിഫിക്കറ്റിൻ്റെ കഷ്ണം അവൾ വെച്ച് നീട്ടി. ഇത് കണ്ടപ്പോഴൊക്കെ എനിക്ക് തന്നത് വലിയൊരു കരുത്തായിരുന്നു. നിങ്ങൾ തോൽപ്പിക്കാൻ നോക്കിയപ്പോൾ ജയിക്കണമെന്ന വാശി എനിക്കുണ്ടായിരുന്നു. ഈ ആധാരം ഞാൻ തിരിച്ചു തരുന്നു. പക്ഷേ ഇത് നിങ്ങളുടെ മകളായല്ല, നിങ്ങൾ വഴിയിൽ ഇറക്കിവിട്ട ആ പഴയ നിധിയുടെ ദാനമായി കരുതിയാൽ മതി എന്ന് പറയും. ഹേമയും രാജീവനും നിധിക്ക് മുന്നിൽ തല താഴ്ത്തി നിന്നുപോയി. നിധി സുധീഷിന്റെ കയ്യും പിടിച്ച് തൻ്റെ പുതിയ ജീവിതത്തിലേക്ക് നടന്നു നീങ്ങുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. ഇനി ഏതായാലും വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.